അപ്പോൾ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി വിഭവമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു രസം എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലെല്ലാം ഒരു തട്ടിക്കൂട്ട് കറി എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല രസം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യം തന്നെ 2 തക്കാളി എടുക്കാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു പുളിയല്ല, കുറച്ച് പുളി എടുത്ത് നമുക്ക് ചൂട് വെള്ളത്തിൻ്റെ അകത്തൊന്ന് കുതിർത്ത് വെക്കാം. അയ്യോ, മൊത്തം കൈപ്പിഴയാണല്ലോ. അപ്പോൾ നമുക്കൊരു മിക്സീൻ്റെ ജാർ എടുക്കുക, അതിൻ്റെ അകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞെടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർക്കാം, കുരുമുളകൊക്കെ ചേർക്കാം. ഞാൻ പൊടികൾ ചേർക്കുന്നതുകൊണ്ട് അതൊന്നും ചേർക്കുന്നില്ല. ശേഷം അത് മിക്സീൻ്റെ അകത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുക. ശേഷം നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കി അതിൻ്റെ അകത്ത് കുറച്ച് കടുക്, ചില ആൾക്കാർ കടുകൊന്നും ചേർക്കാറില്ല കേട്ടോ. ഞാനൊരു ആർഭാടത്തിന് കുറച്ച് കടുകും കറിവേപ്പിലൊക്കെ ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി, അതുപോലെ കായപ്പൊടി എല്ലാം കൂടി ആ ചൂടായ വറവിലേക്കിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഇടുക. അതിനുശേഷം നമ്മുടെ അരപ്പ് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ആ തക്കാളിയുടെയും നമ്മുടെ ഇഞ്ചി, ജീരകം, വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്ത് ശേഷം നമുക്ക് കുറച്ചൊന്ന് എണ്ണ തെളിയുന്ന രീതിയിൽ വഴറ്റിയെടുക്കുക. ഇതുപോലെ ചെയ്യുന്ന ആൾക്കാർ ഇത് ഒരു രീതിയാണ്. അതുപോലെ തന്നെ നമുക്ക് രസം പല രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. പരിപ്പിട്ടുണ്ടാക്കാം, നമ്മുടെ മല്ലി ഇട്ടിട്ടുണ്ടാക്കാം. അപ്പം ഞാനിത് നമ്മുടെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അത് നമുക്ക് കായപ്പൊടിയും ചേർക്കാം, അതുപോലെ തന്നെ കട്ടക്കായവും ചേർക്കാം. അപ്പോൾ കായപ്പൊടി ആകുമ്പോൾ കുറച്ച് എളുപ്പമായി. അതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിയുടെ വെള്ളവും കൂടി ചേർത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും, അതുപോലെ തന്നെ നമ്മുടെ ആ രസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് നല്ലോണം വരട്ടെ. നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ചാൽ മതി. വരുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്താൽ നമ്മുടെ അടിപൊളി ചൂടേറിയ രസം റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് സംഭവം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രസമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് കുറേ ടൈം എടുത്തും ചെയ്യാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ കൂടി ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. പൊതുവേ രസം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയല്ലേ. അപ്പം നമ്മുടെ ഓണസദ്യയിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളും കൂടിയാണല്ലേ രസം. സാമ്പാർ കഴിഞ്ഞാൽ പിന്നെ രസം. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് എല്ലാവരും രസം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു പുളിരസത്തിൻ്റെ മെയിൻ ആ ഒരു ടേസ്റ്റ് നിൽക്കുന്നത്, ടെക്സ്ചർ നിൽക്കുന്നത് അതിൻ്റെ ആ ഒരു പുളിയും ആ ഒരു മസാലേൻ്റെ ആ ഒരു ടേസ്റ്റിലാണ് കാര്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുളി, ഉപ്പ്, എരിവ് എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.